നിങ്ങൾ എന്നെക്കുറിച്ച് ആദ്യം പറഞ്ഞു തുടങ്ങിയതൊക്കെ തന്നെ ട്രാവൽ ചെയ്യുന്നു. എൻ്റെ ആദ്യത്തെ ഒരു യാത്ര നടത്താൻ ഞാൻ നടത്തിയ കഷ്ടപ്പാട് എത്രയാണെന്ന് എനിക്കേ അറിയൂ. ഇത് എവിടുന്ന് അപ്പം ഒരിടത്തും സപ്പോർട്ടില്ല. ഒന്ന് എൻ്റെ കുടുംബത്തിൽ ആർക്കും ടെലിവിഷൻ്റെയോ അല്ലെങ്കിൽ ഇത്തരം സാധനത്തിൻ്റെ ഒരു പാരമ്പര്യമില്ല. അതിന് ഗൈഡ് ചെയ്യാൻ പറ്റുന്ന ഇപ്പം എന്താണ് വിഷ്വൽ മീഡിയ ഫാമിലി ഒന്നും അല്ല നമ്മുടേത്. അധ്യാപകരാ. ഈ അധ്യാപകരെന്ന് പറയുന്നവർക്ക് അറിയാമല്ലോ, സ്വാഭാവികമായിട്ട് അവരാണ് ഏറ്റവും നെഗറ്റീവായിട്ട്, അല്ലെങ്കിൽ നന്നാകാൻ വേണ്ടിയിട്ടാ, അമ്മ ടീച്ചറാ, അറിയാമല്ലോ, അപ്പം കൂടുതൽ പറയണ്ടല്ലോ. അപ്പം ഈ സുരക്ഷിതമായ ജീവിതം മക്കൾക്കുണ്ടാവണം, നല്ലൊരു സർക്കാർ ഉദ്യോഗം കിട്ടുന്നതാണ് ഏറ്റവും വിജയം എന്ന് ചിന്തിക്കുന്ന ഒരു കാലം അന്ന്. അപ്പോൾ എൻ്റെ അമ്മയൊക്കെ അങ്ങനെ ചിന്തിച്ചിരുന്നു. പിതാവ് ചിന്തിച്ചിട്ടുണ്ടാവുക ഇത് എൻ്റെ ഒരു അസിസ്റ്റൻ്റായിട്ട് ഇവൻ എപ്പോഴും ഉണ്ടാവണം എന്നായിരിക്കും. നമ്മുടെ സ്വപ്നം അതൊന്നും അല്ലല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ട് ഫ്രിക്ഷൻസ് ഉണ്ടാകും. ആ ഫ്രിക്ഷനിൽ തന്നെയാണ് ഞാൻ വളർന്നതും. ഈ പുതിയൊരു സംരംഭം, സഫാരി, സഞ്ചാരം, ഇങ്ങനെയൊക്കെയുള്ള മറ്റൊരു സ്ട്രീം അതിനകത്ത് യുദ്ധം ചെയ്തുണ്ടാക്കുക. നമ്മൾ നാട്ടുകാരോട് യുദ്ധം ചെയ്യുന്നതിന് എളുപ്പമാണ്, നമുക്കൊന്നും നോക്കണ്ട. അതെ, വീട്ടുകാരോട് യുദ്ധം ചെയ്തിട്ട് പോകണ്ടെങ്കിലോ ഒന്ന് ആലോചിക്കുക. ഇതൊന്നും മനുഷ്യന് പറഞ്ഞാൽ മനസ്സിലാവില്ല. നമുക്കതെല്ലാം വിളിച്ചു പറഞ്ഞു നടക്കാനും പറ്റുമോ? മിണ്ടാൻ പറ്റുമോ? നാണക്കേടല്ലേ? അപ്പം അവിടെ സ്ട്രഗിൾ ചെയ്ത് എങ്ങനെയാണ് സഞ്ചാരം ഒന്ന് മനുഷ്യനറിയുന്ന ഒരു സാധനമാക്കി മാറ്റിയെന്നുള്ളതിൻ്റെ കഷ്ടപ്പാട് എൻ്റെ ഭാര്യയ്ക്കും എൻ്റെ വീട്ടുകാർക്കും മാത്രം അറിയുന്ന ഒരു കാര്യമാണ്.